ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ജി ഓഫ് ഗുഡ് ന്യൂസ് ടുഡേ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഓർപ്പിക്കാറുള്ളത് പോലെ ഈ ചാനൽ ദയവ് ചെയ്ത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഈ തലമുറയിലെ ദൈവത്തിൻ്റെ വിശ്വസ്തമായ വാഗ്ദത്തങ്ങളും ദൈവത്തിൻ്റെ പ്രവചനങ്ങളും ജനങ്ങൾക്ക് അറിയുവാൻ, അവർ മാനസാന്തരപ്പെടുവാൻ, യേശുക്രിസ്തുവിലേക്ക് കൂടുതൽ ആകർഷിക്കപ്പെടുവാൻ തക്കവണ്ണം അതൊക്കെയും ഒരു മുഖാന്തരമായി തീരട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഇന്ന് നാം ധ്യാനിക്കുവാൻ പോകുന്ന ദൈവത്തിൻ്റെ വചനം യെഹെസ്കേൽ എഴുതിയ പുസ്തകം 36-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യമാണ്. യെഹെസ്കേൽ പ്രവചനം അതിൻ്റെ 36-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യം. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിൽ ആക്കും, കല്ലായുള്ള ഹൃദയം നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. ഇത് ഒരു പ്രവചന നിവൃത്തിയാണ്. പുതിയ നിയമ സഭയിൽ, പുതിയ നിയമ ജനത്തിന് വേണ്ടി പ്രവാചകൻ മുൻകൂട്ടി പറഞ്ഞ ഒരു വാഗ്ദാന നിവൃത്തി കൂടിയാണ് ഇത്. കല്ലായുള്ള ഹൃദയം നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. ഒരു മനുഷ്യനെ ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുമ്പോൾ, അത് ആൺകുട്ടിയാകട്ടെ പെൺകുട്ടിയാകട്ടെ, പിറന്നു വീഴുമ്പോൾ അവരുടെ കാൽപാദങ്ങളും കൈകളും എല്ലാം നമ്മൾ നോക്കിയാൽ എത്ര മനോഹരമായിട്ടിരിക്കുന്നു, എത്ര സോഫ്റ്റായിട്ട് അതിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ മുന്നോട്ട് പോകും തോറും, ആ കുഞ്ഞ് വളരും തോറും, അത് ഈ ഭൂമിയിലൂടെ, ഈ മണ്ണിലൂടെ എല്ലാം നടന്ന് അതിൻ്റെ കാൽപാദങ്ങൾ പൊടി പിടിച്ചും അത് അഴുക്കായും അത് കൂടുതൽ കൂടുതൽ ഹാർഡായി വരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ചെരുപ്പൊക്കെ ഇട്ടാൽ കുറച്ച് സോഫ്റ്റൊക്കെ ആയിട്ട് പോകും, എങ്കിലും അതിൻ്റെ അന്നുണ്ടായിരുന്ന ആ മൃദുലതയും ആ ഒരു രീതിയെല്ലാം മാറി അത് കുറച്ചുകൂടെ കഠിനമായി തീരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതുപോലെ ഒരു കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുമ്പോൾ അവൻ്റെ മനസ്സാക്ഷിയും വളരെ നിഷ്കളങ്കമായിട്ടിരിക്കുന്നു എന്ന് നമുക്ക് അറിയാം. എന്നാൽ പോകെ അതിന് അപ്പനും അമ്മയും പറഞ്ഞു കൊടുത്തില്ല എങ്കിൽ പോലും അതിൻ്റെ ഉള്ളിൽ കപടവും സൂത്രവും തന്ത്രങ്ങളും എല്ലാം ഉരുത്തിരിഞ്ഞു വരുന്നത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദാമിൽ നിന്ന് ജനിക്കുന്നതെല്ലാം ആ പാപത്തിൻ്റെ സ്വഭാവം അതിൽ കിടക്കുന്നതുകൊണ്ട് അത് ആരും പറഞ്ഞു കൊടുത്തില്ലെങ്കിലും അത് ചെറിയ നുണകൾ പറയുവാനും, ചെറിയ മോഷണം നടത്തുവാനും, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അത് പരിശീലിച്ച് വരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ചിലരെല്ലാം കൂടെ മുന്നോട്ട് പോകും തോറും അത് തിരുത്തി മുന്നേറും, ചിലരെല്ലാം അതിനകത്ത് തന്നെ അതൊരു ജീവിത ശൈലിയായിട്ട് എടുത്ത് മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ചതിക്കാനും വഞ്ചിക്കാനും സ്തോത്രങ്ങൾ മെനയുവാനും ഒരു മടിയില്ലാത്തവരായിട്ട് ഹൃദയം പതുക്കെ കഠിനമായി കല്ല് പോലെ ആയിത്തീരുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അനേക ആളുകൾ പറയുന്നത് കേട്ടില്ലേ, അയാൾ ഒരു ദുഷ്ടനാണ്, കരിങ്കല്ലാണ് അയാളുടെ ഹൃദയം, അയാൾ യാതൊരു മനസാക്ഷിയില്ലാത്ത ആളാണ് എന്നെല്ലാം പറയുന്നതെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ചില ആളുകൾ യാതൊരു ദയവും ഇല്ലാത്ത ആളുകളാണ് എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. എന്നാൽ ഒരു മനുഷ്യൻ അവൻ സുവിശേഷം കേട്ട്, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം കേട്ട് അവൻ്റെ പാപ വഴികളെ വിട്ട് അവൻ മനം തിരിയുമ്പോൾ, അവൻ മാനസാന്തരപ്പെടുമ്പോൾ ഈ കല്ലായുള്ള ഹൃദയം നീക്കി ദൈവം അവന് മാംസളമായിട്ടുള്ള ഒരു ഹൃദയം കൊടുക്കും. അവനൊരു നല്ല മനസ്സാക്ഷിയുള്ള ഒരു ഹൃദയം അവന് കൊടുക്കും. അവൻ യേശുക്രിസ്തുവിനെ അവൻ്റെ പാപങ്ങളെ ഏറ്റു പറഞ്ഞ് രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിക്കുമ്പോൾ ഇതുവരെയും പാപം ചെയ്യാത്ത നീതിമാനായിട്ട് നിൽക്കുന്നത് പോലെ ദൈവത്തിൻ്റെ മുൻപാകെ അവന് ആ സമയത്ത് നിൽക്കുവാനായിട്ട് സാധിക്കും. കാരണം അവൻ്റെ സകല പാപവും ദൈവം ക്ഷമിച്ച് യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ രക്തത്താൽ അവന് പാപക്ഷമ ലഭിച്ച് അവനൊരു വിശുദ്ധനായി മാറുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ ഇന്ന് അനേക സഭകളിൽ അല്ലെങ്കിൽ പള്ളികളിലെല്ലാം പറയുന്നത് പോലെ മരിച്ചതിന് ശേഷം ഒരാളെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുക എന്നുള്ള നയമൊന്നും ബൈബിളിലില്ല. ബൈബിളിൽ ഒരു വ്യക്തി എപ്പോഴാണ് രക്ഷിക്കപ്പെട്ട് ജ്ഞാനസ്നാനപ്പെട്ട് ദൈവത്തിൻ്റെ മകനായിട്ട് തീരുന്നതോ ആ സമയത്താണ് അവൻ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്നത്. അവൻ വിശുദ്ധനാണ്. അവൻ്റെ പാപങ്ങളെല്ലാം കഴുകി യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ അവനെ പൂർണ്ണമായിട്ടും കഴുകി ശുദ്ധീകരിച്ച് അവന് നീതിമാൻ എന്നുള്ള നിലയിൽ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവം മക്കൾ ആകുവാൻ അവൻ അധികാരം കൊടുക്കുകയാണ്. അത് 90 വയസ്സുള്ള ഒരു അപ്പാപ്പനോ അമ്മാമ്മയാണെങ്കിൽ പോലും എപ്പോഴാണ് യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിക്കുന്നത് ആ നിമിഷം മുതൽ അവൻ ദൈവ മകനും ദൈവമകളുമായിട്ട് പുതുതായിട്ട് ജനിക്കുകയാണ്. ഇത് വീണ്ടും ജനനമാണ്. ആ വീണ്ടും ജനിക്കുന്ന സമയത്താണ് അവൻ്റെ ഈ കല്ലായുള്ള ഹൃദയമെല്ലാം മാറി അവന് മാംസളമായുള്ളൊരു ഹൃദയം ലഭിക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് അപ്പോൾ തന്നെ അത് അറിയുവാനായിട്ട് സാധിക്കും. അവൻ പിന്നീടുള്ള അവൻ്റെ ജീവിതത്തിൽ അത് ആ വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങുവാനായിട്ട് സാധിക്കും. പൗലോസ് അപ്പോസ്തലൻ തീമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ഒരു വാക്യമുണ്ട്, വചനമുണ്ട്. 1 തീമോഥെയോസ് 1:5. ആജ്ഞയുടെ ഉദ്ദേശമോ ശുദ്ധ ഹൃദയം, നല്ല മനസ്സാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം. പൗലോസ് അപ്പോസ്തലൻ ഒരു ആജ്ഞ കൊടുക്കുകയാണ്, ഒരു കൽപ്പന കൊടുക്കുകയാണ്. എന്താണ് അതിൻ്റെ ഉദ്ദേശം? അതോ ഒരു ദൈവ പൈതൽ അവൻ ശുദ്ധ ഹൃദയമുള്ളവനായിരിക്കണം, നല്ല മനസ്സാക്ഷി ഉള്ളവനായിരിക്കണം, വ്യാജമില്ലാത്ത വിശ്വാസം ഉള്ളവനായിരിക്കണം. അതുണ്ടെങ്കിൽ തന്നെ ഒരു വിശ്വാസി ഒരു പൂർണ്ണതയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ശുദ്ധ ഹൃദയം, നല്ല മനസ്സാക്ഷി, വ്യാജമില്ലാത്ത വിശ്വാസം. ഇത് മൂന്നും ഒരു ദൈവ പൈതൽ ഉണ്ടെങ്കിൽ അവൻ അത് വളരെ സന്തോഷകരമായ നിലയിൽ അവൻ മുന്നോട്ട് പോകുന്നു
പോകുന്നു എന്ന് അവന് തന്നെ ഒരു മാർക്കിടുവാനായിട്ട് സാധിക്കും. ശുദ്ധഹൃദയം ഒരു വിശ്വാസിക്ക് എപ്പോഴും ഉണ്ടായിരിക്കേണ്ട സൂക്ഷിക്കേണ്ടതായിട്ടുള്ള 3 കാര്യങ്ങളാണ് ഈ ശുദ്ധഹൃദയവും നല്ല മനസ്സാക്ഷിയും വ്യാജമില്ലാത്ത വിശ്വാസവും. ചില ആളുകൾ ഈ നല്ല മനസ്സാക്ഷി അങ്ങ് തള്ളിക്കളയും. അവൻ രക്ഷിക്കപ്പെട്ടു, ദൈവമകനായിട്ട് തീർന്നു, ദൈവമകളായിട്ട് തീർന്നു. എന്നാൽ മുന്നോട്ട് പോകെ സഭയിലോ സമൂഹത്തിലുള്ള പല പല സൂത്രങ്ങളും തന്ത്രങ്ങളും വീണ്ടും അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു കയറുകയും അവൻ പതുക്കെ ഈ നല്ല മനസ്സാക്ഷി അവന് ലഭിച്ച ഈ മാംസമായുള്ള ഹൃദയമൊക്കെ മാറ്റിവെച്ച് അവൻ്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തുവാനും അവൻ ലോക ഇമ്പങ്ങളിലേക്ക്, ലോക ആചാരങ്ങളിലേക്ക്, അനുഷ്ഠാനങ്ങളിലേക്ക്, പണത്തിലേക്കെല്ലാം അവൻ്റെ സ്നേഹം ചെന്ന് കടന്നു ചെന്നിട്ട് അവൻ അതെല്ലാം മാറ്റി അവൻ്റെ മനസ്സാക്ഷി തള്ളിക്കളഞ്ഞ് വിശ്വാസക്കപ്പൽ തകർന്നു പോയ 2 ആളുകളെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ തീമോഥെയോസിൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്. 1 തീമോഥെയോസ് 1:19. ചിലർ നല്ല മനസ്സാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസക്കപ്പൽ തകർന്നു പോയി. ഒരു ഓട്ടത്തിലായിരുന്നു, വിശ്വാസത്തിലുള്ള ഒരു യാത്രയിലായിരുന്നു അവർ കപ്പൽ പോലെ അവർ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ അവരുടെ നല്ല മനസ്സാക്ഷി അവർ തള്ളിക്കളഞ്ഞു. ഒരു മനുഷ്യൻ ഒറ്റ ദിവസം കൊണ്ട് തള്ളിക്കളയുന്നതല്ല ഈ മനസ്സാക്ഷി എന്ന് പറയുന്നത്. നല്ല മനസ്സാക്ഷി അനേക പ്രാവശ്യങ്ങൾ അവൻ്റെ മനസ്സാക്ഷിക്ക് കേടുവരത്തക്ക രീതിയിൽ അവൻ പ്രവർത്തിച്ച് ആ മനസ്സാക്ഷി കെട്ട് അവൻ്റെ നല്ല മനസ്സാക്ഷി അവൻ തള്ളിക്കളഞ്ഞ് അവൻ്റെ വിശ്വാസക്കപ്പൽ തകർന്നു പോയി. മനസ്സാക്ഷി തള്ളിക്കളയുമ്പോൾ വിശ്വാസക്കപ്പലും തകർന്നു പോകും, അവൻ്റെ വിശ്വാസ ഓട്ടവും തീർന്നു പോകും. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയും, പിന്നീട് അവൻ ദൈവമക്കളെ, അതായത് ശരിയായ നിലയിൽ ദൈവത്തെ ഭയന്ന് ജീവിക്കുന്ന ആളുകളെ അവൻ ദൂഷണം പറയാനായിട്ട് ആരംഭിക്കും. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ എന്ത് ചെയ്തു? ഇനി അവരെ ദൂഷണം പറയാതിരിക്കുവാൻ വേണ്ടി ഹുമനയോസും അലക്സാണ്ടറും അവർ ദൂഷണം പറയാതിരിക്കുവാൻ പഠിക്കേണ്ടതിന് പോൾ അവരെ സാത്താനെ ഏൽപ്പിച്ചിരിക്കുന്നു. ഒരു ദുർഗുണപരിഹാര പാഠശാലയിലേക്ക് പാപം ചെയ്ത ആളുകളെ വിടുന്നത് പോലെ പൗലോസ് സാത്താൻ്റെ കയ്യിലേക്ക് അവരെ വിട്ടുകൊടുത്തിരിക്കുക. എന്തിനാണ്? ഇനി അവർ ഹുമനയോസും അലക്സാണ്ടറും അവർ ദൂഷണം പറയാതിരിക്കുവാൻ പഠിക്കേണ്ടതിന്, ഇനി ദൂഷണം പറയാതിരിക്കുവാൻ പഠിക്കണം. അതിനു വേണ്ടിയിട്ട് പൗലോസ് അവരെ സാത്താനെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അനേക ആളുകളും ഈ ക്രിസ്തീയ ഓട്ടത്തിൽ, ഈ ക്രിസ്തീയ സഭയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ അവർ തങ്ങളുടെ നല്ല മനസ്സാക്ഷി തള്ളിക്കളഞ്ഞ് വിശ്വാസക്കപ്പൽ തകർന്ന് ഇപ്പോൾ എല്ലാം ദൈവത്തിലുള്ള ആശ്രയമെല്ലാം വിട്ട് ബുദ്ധിയിലും ജ്ഞാനത്തിലും കഴിവിലും എല്ലാം മുന്നോട്ട് പോകുന്നത് കാണുവാൻ സാധിക്കും. യാതൊരു ദൈവകൃപയില്ലാതെ വളരെ മഹത്വം ലഭിക്കേണ്ട ആളുകളാണ്. ഈ അവരുടെ യാത്ര ആരംഭിച്ച് അനേക വർഷങ്ങൾ പിന്നിടും തോറും അവർ കൂടുതൽ മഹത്വത്തിലേക്ക് വരേണ്ടവരാണ്. എന്നാൽ അവരുടെ വിശ്വാസക്കപ്പൽ തകർന്നു പോയി, അവരുടെ നല്ല മനസ്സാക്ഷി അവർ തള്ളിക്കളഞ്ഞു. അതിനാൽ അവരുടെ വിശ്വാസക്കപ്പൽ തകർന്നു. എനിക്ക് പേഴ്സണലായിട്ട് ചില ആളുകളെ, ചില ദേവദാസന്മാരെ എനിക്കറിയാം. വളരെ നന്നായിട്ട് ഓടിയിരുന്നവരാണ്. ഈ ലോകത്തിൻ്റെ അനേക രാജ്യങ്ങളിൽ പോയി കർത്താവിൻ്റെ സുവിശേഷം പറഞ്ഞ ആളുകളാണ്. എന്നാൽ ഇന്നത്തെ അവരുടെ അവസ്ഥ വളരെ ദയനീയമാണ്. അവരുടെ നല്ല മനസ്സാക്ഷി തള്ളിക്കളഞ്ഞു, അവരുടെ വിശ്വാസക്കപ്പൽ തകർന്നുപോയി. അവർ ദൈവമെന്നോർത്ത് ഭയപ്പെടാതെ അവർ തനി ലോകപ്രകാരം ജീവിച്ച് മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്യും? ദൈവം അവരെ ദൂഷണം പറയാതിരിക്കുവാൻ തക്കണം. അവർ ദൈവവചനത്തെല്ലാം കോട്ടി മാറ്റി കളയുവാനായിട്ട് ആരംഭിക്കും. ദൈവവചനത്തോടൊന്നും ഒരു ഭയമില്ലാത്ത നിലയിൽ അവർക്ക് തോന്നുന്ന രീതിയിൽ അതിനെ പഠിപ്പിക്കുവാനും അതിനെ അഴിക്കുവാനും എല്ലാം അവർ ശ്രമിക്കും. അവസാനം അവരുടെ മനസ്സാക്ഷി തള്ളിക്കളഞ്ഞ് അവരുടെ വിശ്വാസക്കപ്പൽ തകർന്ന് അവർ ജീവിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മളൊരു നല്ല മനസ്സാക്ഷിയിലാണോ ജീവിക്കുന്നത് എന്ന് നമുക്ക് എങ്ങനെ പരിശോധിച്ച് നോക്കുവാനായിട്ട് സാധിക്കും? അതിനുള്ള മാർഗം ബൈബിളിലുണ്ടോ? തീർച്ചയായിട്ടും തിരുവഴുത്തിൽ നമുക്ക് അത് കാണുവാനായിട്ട് സാധിക്കും. ഞാനൊരു നല്ല മനസ്സാക്ഷിയുള്ള ആളാണോ, ഞാൻ നടക്കുന്നത് അങ്ങനെയാണോ എന്ന് എനിക്ക് എങ്ങനെ മനസ്സിലാക്കുവാൻ സാധിക്കും? എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം വായിക്കുമ്പോൾ പൗലോസ്, എബ്രായ ലേഖന കർത്താവ് പറയുകയാണ്, പൗലോസ് തന്നെയാണ് അത് എഴുതിയെന്നാണ് ഭൂരിപക്ഷം വേദപണ്ഡിതന്മാരും പറയപ്പെടുന്നത്. അപ്പോൾ എബ്രായ ലേഖന കർത്താവ് പറയുകയാണ്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, സകലത്തിലും നല്ലവരായി നടക്കുവാൻ ഇരിക്കൊണ്ട് ഞങ്ങൾക്ക് നല്ല മനസ്സാക്ഷി ഉണ്ടെന്ന് ഞങ്ങൾ ഉറച്ചിരിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, സകലത്തിലും നല്ലവരായി നടക്കുവാൻ ഇച്ഛിക്കൊണ്ട് ഞങ്ങൾക്ക് നല്ല മനസ്സാക്ഷി ഉണ്ടെന്ന് ഞങ്ങൾ ഉറച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് നല്ല മനസ്സാക്ഷി ഉണ്ടെന്ന് നമുക്ക് ഉറയ്ക്കുവാനുള്ള ഒരു മാർഗമെന്ന് പറയുന്നത് സകലത്തിലും നല്ലവരായി നടക്കുക എന്നുള്ളതാണ്. ഇന്ന് അനേക കൺവെൻഷൻ ഗ്രൗണ്ടുകളിലും മീറ്റിങ്ങുകളിലും അനേക സഭകളിലും ഈ സ്തോത്രക്കാഴ്ച പിരിക്കും. ഈ സ്തോത്രക്കാഴ്ച പിരിക്കുക എന്ന് പറയുമ്പോൾ അതിനകത്തേക്ക് വിധവയുടെ 2 നാണ്യം കൂടി അതിനകത്തേക്ക് വന്നു ചേരും. ഒരു വഴിയുമില്ലാത്ത ഗതിയുമില്ലാത്ത പാവപ്പെട്ടവരും കൊണ്ടുവന്ന് അതിനകത്തേക്ക് സ്തോത്രക്കാഴ്ച ഇടും. ഇതൊക്കെ എടുത്തിട്ട് സുലഭമായി ധാരാളിത്തത്തോടു കൂടി ജീവിക്കുന്ന അനേകം ദൈവദാസന്മാർ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അവർ ലാഭിഷമായിട്ട് നടക്കുന്നത് കാണുവാൻ സാധിക്കും. ഇത് ആരുടെ പണമാണ്? ഇത് ദൈവത്തിന് ലഭിക്കേണ്ട പണമാണ്. ആ വിധവയിട്ട 2 വെള്ളിക്കാശുണ്ട്, അതൊക്കെ കണക്ക് കൊടുക്കേണ്ടതാണ്. അതൊക്കെ ലാഭിഷമായിട്ട് നടന്ന് അവർക്ക് ദൈവഭയമില്ലാതെ ജീവിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. നല്ല മനസ്സാക്ഷി പൗലോസ് അപ്പോസ്തലൻ ഒരിക്കലും അങ്ങനെ ഒരു കുറ്റം പറയത്തക്ക രീതിയിൽ ഒരു അവസരം കൊടുത്തില്ല. പൗലോസ് അപ്പോസ്തലൻ എന്താ ചെയ്തത്? അവൻ തന്നെ സ്വന്തം കൈകൊണ്ട് വേല ചെയ്യുകയും മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്തു വന്നു. ഒരിക്കലും ജനത്തിൻ്റെ പണമെടുത്ത് അവൻ ലാസ്റ്റ് എന്താ അവനുണ്ടായിരുന്നത്? കുറച്ച് ചർമ്മലിഖിതങ്ങളും പുതപ്പുമാണ് പൗലോസ് അപ്പോസ്തലൻ ഉണ്ടായിരുന്നത്. ഇന്നത്തെ അപ്പോസ്തലന്മാരെന്ന് പറയുന്ന, ഇന്നത്തെ നവീന അപ്പോസ്തലന്മാർ പറയുന്ന ആളുകൾ 8 കോടിയുടെയും 10 കോടിയുടെയും കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കാൻ വേണ്ടിയിട്ട് പണപ്പിരിവ് നടത്തി അവർ ഫ്ലാറ്റിൽ അവർ പറന്ന് നടക്കുകയാണ്. ഇതാണോ സുവിശേഷം? ഇതാണോ കർത്താവ് അപ്പോസ്തലന്മാരും കാണിച്ചു തന്ന മാതൃക?
എന്നെ കേൾക്കുന്നവരെ നാം ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് നമ്മെ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കാം. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിലും നല്ലവരായി നടക്കുവാൻ ഇച്ഛിക്കൊണ്ട് ഞങ്ങൾക്ക് നല്ല മനസ്സാക്ഷി ഉണ്ടെന്ന് ഞങ്ങൾ ഉറച്ചിരിക്കുന്നു. എല്ലാ കാര്യത്തിലും നല്ലവരായി നടക്കണമെന്നുള്ള ഒരു ആഗ്രഹം, ഒരു വാഞ്ച, ഒരു ഇച്ഛ പൗലോസ് അപ്പോസ്തലനുണ്ട്. നല്ല മനസ്സാക്ഷി ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവ് സകലത്തിലും നല്ലവരായി നടക്കുക എന്നുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ചില ആളുകൾ രക്ഷിക്കപ്പെട്ടു, അവർ ഏത് സഭയിലും ഏത് പശ്ചാത്തലത്തിൽ നിന്നാണെങ്കിലും അവർ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ടല്ലോ, തിരുവെഴുത്ത് പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ. അവർ രക്ഷിക്കപ്പെട്ടു, അവർ കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിച്ചു. ഇനി അവർ സ്നാനപ്പെടണം. സ്നാനം ഒരു ദൈവത്തിൻ്റെ പ്രധാന കൽപ്പനയാണ്. യേശുക്രിസ്തു തന്നെ സ്നാനപ്പെട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. യേശുക്രിസ്തു സ്നാനപ്പെടേണ്ട കാര്യമില്ല, എന്നാൽ ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോസ്തലൻ കർത്താവായ യേശുക്രിസ്തു സ്നാനപ്പെടുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. യോഹന്നാൻ സ്നാപകന്റെ കൈ കീഴിൽ അവൻ സ്നാനമേറ്റു. അതുപോലെ തന്നെ അപ്പോസ്തലന്മാരെ ആ മാതൃക പിന്തുടർന്നു. കർത്താവായ യേശുക്രിസ്തു അത് കൽപ്പനയായിട്ട് കൊടുത്തു. നിങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും സകലരെയും ശിഷ്യരാക്കിക്കൊള്ളുവാനായിട്ട് പറഞ്ഞു. അപ്പോൾ രക്ഷിക്കപ്പെട്ട ഒരാൾ സ്നാനപ്പെടണം എന്നുള്ളത് ഒരു കൽപ്പനയാണ്, ഒരു മാറ്റിക്കൂടാത്ത ഒരു കൽപ്പനയാണ്. എന്നാൽ രക്ഷിക്കപ്പെട്ടു, കൂട്ടായ്മയിലേക്ക് വന്നു, അവർ പല കാര്യങ്ങളെല്ലാം ചെയ്യുന്നു, കർത്താവിന് വേണ്ടി ഓടുന്നു, കർത്താവിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നു. പക്ഷേ ഈ സ്നാനം എന്നുള്ള കൽപ്പന അവർ നടത്തുന്നില്ല എന്ന് കാണുവാൻ സാധിക്കും. എന്നാൽ അത് വലിയ എന്താ പറയുന്നത്, ത്യാഗപരമായ കാര്യങ്ങളൊന്നുമല്ല, സിമ്പിളാണ്. അവർ അപ്പോസ്തലന്മാരും കർത്താവും കാണിച്ചെന്ന ആ മാതൃക വളരെ ലളിതമാണ്. എന്നാൽ അതനുസരിക്കാൻ തയ്യാറാകാതെ പിശാചിനെ ഭയന്ന്, സമുദായത്തെ ഭയന്ന്, അവരുടെ പാരമ്പര്യത്തെ ഭയന്ന്, കുടുംബങ്ങളെ ഭയന്ന് അവർ സ്നാനപ്പെടാതിരിക്കുന്നത് കാണുവാൻ സാധിക്കും. അപ്പോൾ അവരുടെ നല്ല മനസ്സാക്ഷി പതുക്കെ കഠിനമായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം, അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, പത്രോസ് പറയുന്നത് നമുക്ക് നോക്കാം. പാരമ്പര്യവും സമൂഹത്തിലെയും സുഹൃത്ബന്ധങ്ങളുടെ എല്ലാം ആ ഒരു എന്താ പറയുന്നത്, കൂട്ടുകെട്ട് നിമിത്തം ജഡത്തിൽ അവരുടെ നല്ല മനസ്സാക്ഷി തള്ളിക്കളഞ്ഞവരായിട്ടിരിക്കുന്നത് കാണുവാൻ സാധിക്കും. 1 പത്രോസ് 3-21 വാക്യം. അത് സ്നാനത്തിനൊരു മുൻകുറി. സ്നാനമോ ഇപ്പോൾ ജഡത്തിൻ്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല, ദൈവത്തോട് നല്ല മനസ്സാക്ഷിക്കായുള്ള അപേക്ഷയായിട്ടത്രേ. പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്, സ്നാനം എന്ന് പറയുന്നത് കുളിച്ചിട്ട് ശരീരത്തിൻ്റെ അഴുക്ക് കളയാനായിട്ടുള്ള ഒരു കാര്യമല്ല. അത് ദൈവത്തോട് നല്ല മനസ്സാക്ഷിക്കായിട്ട് ഒരു അപേക്ഷ കഴിക്കുന്നതാണ്. എൻ്റെ പഴയ മനുഷ്യനെ കുഴിച്ചിട്ടിട്ട് ഞാൻ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് യേശുക്രിസ്തുവിൻ്റെ മരണത്തോട് ഞാൻ അനുരൂപനായി തീരുകയാണ്. റോമാലേഖനം 6-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കും. നാം രക്ഷിക്കപ്പെടുമ്പോൾ നാം പുതിയ സൃഷ്ടിയായി. ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയായി. പഴയത് കഴിഞ്ഞുപോയി. ആ പഴയതിനെ വെള്ളത്തിൽ അടക്കം ചെയ്തിട്ട് അവർ എഴുന്നേറ്റ് വരുമ്പോൾ അവൻ പുതിയ സൃഷ്ടിയായിട്ട് മാറുന്നു. പത്രോസ് അപ്പോസ്തലൻ ഈ കാര്യത്തെക്കുറിച്ച് ഉപമിക്കുമ്പോൾ പറയുന്നത്, ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ അവർ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. അത് സ്നാനത്തിന് ഒരു മുൻകുറി എന്ന് പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്. അതൊരു വലിയ വെളിപ്പാടായിട്ടുള്ള ഒരു വചനമാണ് അവിടെ. എന്താണ്, ആ പെട്ടകത്തിൽ കൂടി 8 പേര് രക്ഷ പ്രാപിച്ചു. ആ അല്പജനം എന്ന് വെച്ചാൽ 8 പേര്, അതായത് നോഹയുടെ ഭാര്യ, നോഹയുടെ 3 മക്കള്, അവരുടെ 3 ഭാര്യമാര്, അങ്ങനെ 3 3 6 2 8 പേര് അവർ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. എന്താണ്, അത് സ്നാനത്തിനൊരു മുൻകുറിയാണെന്ന് പറയുന്നത്. കാരണം ന്യായവിധിയിൽ അകപ്പെട്ട ഒരു ലോകം വെള്ളത്തിനടിയിലേക്ക് പോയി. ന്യായവിധിയിൽ അകപ്പെട്ട ഒരു ജനക്കൂട്ടം വെള്ളത്തിനടിയിലേക്ക് പോയപ്പോൾ ന്യായവിധിയിൽ അകപ്പെടാതെ ദൈവത്തെ ഭയന്ന ഒരു കുടുംബം വെള്ളത്തിന് മുകളിലേക്ക് വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ന്യായം വിധിക്കപ്പെട്ട നമ്മുടെ പഴയ മനുഷ്യനെ വെള്ളത്തിനടിയിലേക്ക് ഇട്ട് കളഞ്ഞ് ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിനോട് ചേരുക എന്നുള്ളത് സ്നാനമാണ്. അത് പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്, അത് വെറുതെ കുളിച്ച് ശരീരത്തിൻ്റെ അഴുക്ക് കളയാനായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. അതിനകത്ത് വളരെ സീരിയസ് ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അത് ദൈവത്തോട് നല്ല മനസ്സാക്ഷിക്കായിട്ടുള്ള അപേക്ഷയാണെന്ന് പത്രോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ മനസ്സാക്ഷി കഠിനപ്പെട്ടു പോകുന്നതിൻ്റെ ചില ലക്ഷണങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് തിരുവെഴുത്തിലൂടെ പരിശോധിക്കാം. 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പൗലോസ് അപ്പോസ്തലൻ പറയാണ്, നീങ്ങിപ്പോകുന്നതിൻ്റെ അന്ത്യം ഇസ്രായേൽ മക്കൾ കാണാതെ വണ്ണം മോശ തൻ്റെ മുഖത്ത് മൂടുപടം ഇട്ടതുപോലെ അല്ല, എന്നാൽ അവരുടെ മനസ്സ് കഠിനപ്പെട്ടു പോയി. ഇവിടെ ഒരു വെളിപ്പെടുത്തൽ, ഒരു വെളിപ്പാട് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്താണ്, നീങ്ങിപ്പോകുന്നതിൻ്റെ അന്ത്യം ഇസ്രായേൽ മക്കൾ കാണാതെ വണ്ണം മോശ തൻ്റെ മുഖത്ത് മൂടുപടം ഇട്ടു. ഇതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം മോശയോട് പറഞ്ഞു, നീ മലയിലേക്ക് കയറി വരിക. അതിനുശേഷം ദൈവം തൻ്റെ കൈവിരൽ കൊണ്ട് എഴുതി 10 കൽപ്പനകൾ മോശയ്ക്ക് എഴുതി 40 രാവും 40 പകലും മോശ അവിടെ ദൈവത്തോടു കൂടെ ആയിരുന്നു. അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ വലിയ ജനക്കൂട്ടത്തിൻ്റെ ഒച്ചയും ബഹളവും എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ മോശ വിചാരിച്ചു അതൊരു ആഘോഷത്തിൻ്റെ നിലവിളിയാണെന്ന്. അപ്പോൾ ദൈവം പറഞ്ഞത് ആഘോഷത്തിൻ്റെ നിലവിളിയൊന്നുമല്ല, അവർ ദേവന്മാരെ ഉണ്ടാക്കി, അവർ കാളക്കുട്ടിയെ ഉണ്ടാക്കി എനിക്ക് പകരമായിട്ട് ആരാധിച്ച് അവർ എന്നെ കോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു.
അങ്ങനെ മോശ ചെന്ന് ആ കൽപ്പലകയിലെ എറിഞ്ഞുടച്ച് അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും സീനായി പർവ്വതത്തിലേക്ക് 2ാം വട്ടം മോശ പോവുകയാണ്. അങ്ങനെ 2ാം വട്ടം വീണ്ടും അവിടെ പോയി ദൈവം കൽപ്പനയെല്ലാം എഴുതി കൊടുത്ത് മോശ ഇറങ്ങി വരികയാണ്. 40 പകലും 40 രാവും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്നതിന് ശേഷം മോശ ഇറങ്ങി വരുമ്പോൾ മോശയുടെ ത്വക്ക് ആ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ഇരുന്നത് നിമിത്തം ത്വക്ക് ഭയങ്കരമായിട്ട് പ്രകാശിച്ചിരുന്നു. അപ്പോൾ അവൻ ഇറങ്ങി വരുമ്പോൾ അവൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവൻ്റെ മുഖം ഭയങ്കരമായിട്ട് പ്രകാശിക്കുക. അങ്ങനെ പ്രകാശിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ സഹോദരനായ അഹറോനും ഇസ്രായേൽ മക്കളും അവൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയി. അപ്പോൾ അവൻ തിരികെ വിളിച്ചു, നിങ്ങൾ അടുത്തേക്ക് വാ, ദൈവം എനിക്ക് തന്നിരിക്കുന്ന കൽപ്പനകൾ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് അവരെ അടുത്തേക്ക് വിളിച്ചപ്പോൾ അവർ അടുത്തേക്ക് ചെന്നു. എന്നാൽ മോശ എന്ത് ചെയ്തു? ഈ ജനത്തിന് തങ്ങളോട് സംസാരിക്കുവാൻ അല്ലെങ്കിൽ തനിക്ക് ജനത്തോട് സംസാരിക്കുവാൻ വേണ്ടി ആ തേജസ് ഒരു പ്രശ്നമായതുകൊണ്ട് മോശ ഒരു മൂടുപടം ഇട്ടു. അപ്പോൾ അങ്ങനെ ജനത്തോട് അവൻ സംസാരിച്ചുകൊണ്ടിരുന്നു. ദൈവസന്നിധിയിലേക്ക് പോകുമ്പോൾ അവൻ മൂടുപടം നീക്കും, വീണ്ടും ഇറങ്ങി വന്ന് ജനത്തോട് സംസാരിക്കുമ്പോൾ അവൻ മൂടുപടം ഇടുമായിരുന്നു. എന്നാൽ ഇപ്പോൾ പറയുകയാണ്, ഈ മൂടുപടം നീങ്ങിപ്പോകുന്നതിൻ്റെ അന്ത്യം ഇസ്രായേൽ മക്കൾ കാണാതെ വണ്ണം മോശ തൻ്റെ മുഖത്ത് മൂടുപടം ഇട്ടതുപോലെയല്ല. അതായത് ഈ മത്സരികളായ ജനത്തിൻ്റെ കൂടെ മോശ നടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് മോശയുടെ ഹൃദയവും പല രീതിയിലും പലപ്പോഴും തെറ്റിപ്പോയി. അവൻ പാറയെല്ലാം 2 പ്രാവശ്യം അടിക്കെല്ലാം ഉണ്ടായി. അപ്പോൾ ഈ തേജസ് പതുക്കെ നീങ്ങിപ്പോയി. ഇത് മോശയ്ക്കറിയാം, തൻ്റെ മുഖത്തുള്ള തേജസ് പ്രകാശം കുറഞ്ഞു വരുന്നതായിട്ട് മോശയ്ക്കറിയാം. എന്നാൽ ഇസ്രായേൽ മക്കൾ അത് കാണരുത്, ഇസ്രായേൽ മക്കൾ അത് അറിയരുത് എന്ന് വെച്ചിട്ട് മോശ എപ്പോഴും ഈ തേജസ് നീങ്ങിപ്പോയതിനു ശേഷവും മൂടുപടം ഇട്ടുകൊണ്ടിരുന്നു. ഇവിടെ പറയുകയാണ്, നീങ്ങിപ്പോകുന്നതിൻ്റെ അന്ത്യം ഇസ്രായേൽ മക്കൾ കാണാതെ വണ്ണം മോശ തൻ്റെ മുഖത്ത് മൂടുപടം ഇട്ടതുപോലെയല്ല, എന്നാൽ അവരുടെ മനസ്സ് കഠിനപ്പെട്ടു പോയി. ഇസ്രായേൽ ജനത്തിൻ്റെ മനസ്സ് കഠിനപ്പെട്ടു പോയി. മോശയുടെ മുഖത്ത് നിന്ന് തേജസ് നീങ്ങി. പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും ഈ മൂടുപടം അവിടെ കിടക്കുക. പഴയ നിയമത്തിൻ്റെ ന്യായപ്രമാണത്തിൻ്റെ ഈ കാര്യത്തിൽ അവിടെ ആ മൂടുപടം ഇന്ന് വരെയും അവിടെ കിടക്കുന്നത് നമുക്ക് കാണുവാൻ. മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ, അതായത് ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, മോശ എഴുതിയ പുസ്തകങ്ങളെല്ലാം വായിക്കുമ്പോൾ അവിടെ അവരുടെ ഹൃദയത്തിൽ ഈ മൂടുപടം കിടക്കുകയാണ്. എന്നാൽ ക്രിസ്തുവിൽ അത് നീങ്ങിപ്പോകുന്നു. അവിടെ കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, യേശു ക്രിസ്തുവിലേക്ക് ഒരുവൻ തിരിയുമ്പോൾ ആ ന്യായപ്രമാണം മൂലം വന്നിരിക്കുന്ന ആ മൂടുപടം, ആ ഹൃദയത്തിൻ്റെ മേലുള്ള ആ കഠിനത അത് നീങ്ങിപ്പോകുന്നു. ആ ഹൃദയത്തിൻ്റെ കാഠിന്യം നീങ്ങിപ്പോയി മാംസളമായുള്ള ഒരു ഹൃദയത്തിലേക്ക് വരുന്നു. കർത്താവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും. കർത്താവ് ആത്മാവാകുന്നു. കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. എബ്രായ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയങ്ങളെ കഠിനമാക്കരുത്. ഏറ്റുപറയാത്ത പാപം, മറന്നു കിടക്കുന്ന പാപം പല തരത്തിലും നമ്മുടെ ഹൃദയത്തിൽ ഓരോ മൂടുപടം വന്ന് വീഴുവാനായിട്ട് സാധ്യതയുണ്ട്. അതായത് നമ്മൾ രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിൽ ഒരു നുണ പറയുമ്പോൾ, ഒരു കുഴപ്പം കാണിക്കുമ്പോൾ അവൻ്റെ ഹൃദയത്തിന്മേൽ ഒരു പാട വന്ന് വീഴുന്നു. ആ മാംസളമായ ഹൃദയത്തിന്മേൽ ഒരു പാട വന്ന് വീഴുന്നു. അതിനുശേഷം അത് നിരപ്പ് പ്രാപിക്കുന്നില്ല, ദൈവത്തോട് ഏറ്റുപറഞ്ഞ് നിലവിളിച്ച് അതിൽ നിന്ന് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് വരുന്നില്ല, വീണ്ടും മുന്നോട്ട് പോകുന്നു, വീണ്ടും പാപം ചെയ്യുന്നു, വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, അതിൻ്റെ മേൽ വീണ്ടും ഒരു മൂടുപടം വരുന്നു, ഒരു കോട്ടിങ്. ഓരോ പ്രാവശ്യവും ഇത് കൂടുതൽ ചെയ്ത് അതൊരു കഠിനമായിട്ട് മാറുന്നു. ഹൊമനിയസിനെയും അലക്സാണ്ടറിനെയും പോലെ അതൊരു കഠിനമായിട്ട് ഹൃദയത്തെ കഠിനപ്പെടുത്തിക്കൊണ്ട് പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ തിരുവെഴുത്ത് നമ്മോട് പറയുന്നത്, ഈ മൂടുപടം നീങ്ങിയ മുഖത്ത് യേശുക്രിസ്തുവിൻ്റെ അത് ഹൃദയത്തിലാണ് തേജസ്സിനെ പ്രകാശിപ്പിക്കുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് അനേക വെളിപ്പാടുകളും അനേക വഴികളും അനേക വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. കർത്താവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം മാറിപ്പോകും. നാം എപ്പോഴും യേശുക്രിസ്തുവിനോട് ചേർന്ന് നടക്കുമ്പോൾ ഒരു ശുദ്ധ ഹൃദയവും നല്ല മനസ്സാക്ഷിയും വ്യാജമില്ലാത്ത വിശ്വാസമുള്ളവനായിട്ട് നാം ജീവിക്കുമ്പോൾ നമ്മുടെ മൂടുപടം നീങ്ങിയ മുഖത്ത് നമുക്ക് കർത്താവിൻ്റെ തേജസ്സിനെ പ്രകാശിപ്പിക്കുവാനായിട്ട് സാധിക്കും. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മുടെ ഉള്ളിലിരിക്കുന്നു. ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ നമ്മുടെ ഉള്ളിലിരിക്കുന്നു. എത്ര വലിയ വാഗ്ദത്തങ്ങളാണെന്നറിയാവോ? നാം നടന്നു പോകുമ്പോൾ പൈശാചിക ശക്തികൾ വിറയ്ക്കുന്നു, അവർ വിറകൊള്ളുന്നു. നാം വിശുദ്ധിയോടെ, നാം ശുദ്ധ ഹൃദയത്തോടെ, നല്ല മനസ്സാക്ഷിയോടെ, വ്യാജമില്ലാത്ത വിശ്വാസത്തോടെ നാം പോകുമ്പോൾ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ ഇറങ്ങി വരികയും ആ ശുദ്ധ ഹൃദയം നമുക്ക് എപ്പോഴും സൂക്ഷിക്കപ്പെടുവാൻ ഇടയാവുകയും ചെയ്യും. എന്നാൽ ഇന്നത്തെ സമൂഹത്തിൽ അനേകരും തങ്ങളുടെ ഹൃദയത്തെ കഠിനപ്പെടുത്തിക്കൊണ്ട് പോവുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഇന്ന് നീ കർത്താവിലേക്ക് തിരിയുമോ? നിൻ്റെ വഴികളെ, പാപ വഴികളെ വിട്ട്, നിൻ്റെ അശുദ്ധ വഴികളെ വിട്ട്, നിൻ്റെ ഹൃദയത്തിലെ അവിശ്വാസത്തെ വിട്ട്, അവിശ്വാസമുള്ള ദുഷ്ടൻ്റെ ഹൃദയം ഉണ്ടാകാമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു മനുഷ്യന്, ഒരു വിശ്വാസിക്ക് അവിശ്വാസം ഉണ്ടായിക്കഴിഞ്ഞാൽ അവന് പിന്നെ ദുഷ്ടൻ്റെ ഹൃദയമാണ്, പിശാചിൻ്റെ ഹൃദയമാണ്.
അവൻ ദൈവത്തെ അവിശ്വസിക്കുക. നീ ദൈവത്തെ അവിശ്വസിക്കുന്ന ഒരു ഹൃദയം നിനക്കുണ്ടാകരുത്. ഒരു ശുദ്ധ ഹൃദയം, നല്ല മനസ്സാക്ഷി, വ്യാജമില്ലാത്ത ഒരു വിശ്വാസം, അങ്ങനെ കർത്താവിനോട് ചേർന്ന് നടക്കുവാൻ, കർത്താവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും. ആ തേജസ്സിൻ്റെ കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്. അവൻ നമുക്ക് ഒരു നല്ല മനസ്സാക്ഷിയോടുകൂടി, നല്ല സ്വാതന്ത്ര്യത്തോടുകൂടി, ആ കർത്താവിൻ്റെ ആത്മാവുകളടുത്ത് സ്വാതന്ത്ര്യമുണ്ട്. അവിടെ നമുക്ക് അടിമത്വമില്ല. ആ സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കുവാൻ ഇന്നത്തെ വചന കേൾവി നമുക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ. നമ്മുടെ ഹൃദയങ്ങളെ ആരും കഠിനമാക്കല്ലേ. യേശുക്രിസ്തുവിലേക്ക് തിരിയുക. ആരെങ്കിലും ഇന്ന് എന്നെ കേൾക്കുന്നെങ്കിൽ നീ രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെടാതിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, സ്നാനം അതിപ്രധാനമായ ഒരു കൽപ്പനയാണ്. 90 ദിവസം കഴിയുമ്പോൾ നിന്നെ വെള്ളത്തിൽ തെളിച്ചുകൊണ്ട് ഞാൻ സ്നാനമേറ്റവനായിട്ട് പ്രഖ്യാപിക്കപ്പെടാൻ കഴിയുകയില്ല. അന്ന് നിനക്ക് ബോധമില്ല, സ്വബോധമില്ല. എന്നാൽ നീ സ്വബോധമുള്ളപ്പോൾ നീ യേശുവിനെ രക്ഷിതാവും കർത്താവായി സ്വീകരിച്ചതിന് ശേഷം നീ സ്നാനപ്പെടുക. നിന്റെ ഹൃദയത്തിൻ്റെ കാഠിന്യങ്ങളെല്ലാം മാറ്റി ദൈവസന്നിധിയിലേക്ക് തിരിയുക, യേശുവിലേക്ക് തിരിയുക. മൂടുപടമെല്ലാം നീങ്ങിപ്പോട്ടെ. ഒരു നല്ല ഹൃദയത്തോടും നല്ല മനസ്സാക്ഷിയോടും വ്യാജമില്ലാത്ത വിശ്വാസത്തോടും കൂടി ഈ തലമുറയിൽ ജീവിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. അവൻ്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ, ആമേൻ.